ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറൊന്നും പറയാനില്ല. സോ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എൻ്റെ എന്താ പറയുക, ഞാൻ ഈ വീഡിയോ പ്രതീക്ഷിച്ച സത്യം പറഞ്ഞാൽ ഈ അജ്മൽ സാറിൻ്റെ വീഡിയോ എന്താ വരാത്തതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സബ്സ്ക്രൈബറാണ് അവൻ. അപ്പം അവനുമായിട്ട് ഞാനിങ്ങനെ അവനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കമൻറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ നേരത്തെ വീഡിയോയ്ക്കകത്ത് സിറ്റ്സാമിൻ്റെ ഇതിനകത്ത് നോക്കുമ്പോൾ അവൻ രണ്ടാമത്തെ കമൻറ്റ് അവൻ്റെ, അതായത് അജ്മൽ സാറിൻ്റെ ന്യൂ വീഡിയോ CBSE ഫിസിക്സ് വേഴ്സസ് സ്റ്റേറ്റ് സിലബസ് അങ്ങനെ ഒരു വീഡിയോ ഇടുമെന്ന് അവൻ നേരത്തെ പറഞ്ഞു. നമുക്കറിയാം ഇത് വീഡിയോ വരും, എന്തായാലും വരുമെന്ന് എനിക്കറിയാം. അപ്പം വീഡിയോയുടെ ഞാൻ പറയാം, സാറ് ഇപ്പോൾ പറയുന്നത് വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവര് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആക്കുന്നു, അതൊന്നും അല്ല സത്യം പറഞ്ഞാൽ മെയിൻ പ്രശ്നം പറയുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രഷറൈസ് ചെയ്യുന്ന സൈസുള്ള ടൈം ടേബിൾ നമുക്ക് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വരാത്ത രീതിയിലുള്ള ടൈം ടേബിളും പ്ലസ് ഇമ്പ്രൂവ്മെൻറ്റ് ഒരു കണക്ഷനും ഇല്ല. അതായത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ CBSEക്കാരുടെ ഒരു പറയുവാണെങ്കിൽ അവർക്ക് 11th ബോർഡ് എക്സാം ഇല്ല. ഒന്നാമത്തെ പോയിന്റ് കേൾക്കണം, CBSEക്കാർക്ക് 11th ബോർഡ് എക്സാം ഇല്ല, നമുക്ക് 11th ബോർഡ് എക്സാം ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ക്ലാസ് നമുക്കൊക്കെ ഒരേ കണ്ടന്റ് ആണെന്ന് എന്നാ പറഞ്ഞാലും അവർക്ക് തുടങ്ങുന്ന ക്ലാസ് എന്ന് പറയുന്നത് ജനുവരി ആകുമ്പോൾ തുടങ്ങും. അതായത് ഒരു വർഷം, പുതിയ വർഷം തുടങ്ങുന്ന ആദ്യത്തെ മാസത്തിൽ തന്നെ ക്ലാസ് തുടങ്ങും. നമ്മളെപ്പോഴും 11th പോർഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബോർഡ് എക്സാം എഴുതാൻ വേണ്ടിയുള്ള ഇത് വെച്ചിരിക്കുക, മോഡൽ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഫസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയ പണി എന്ന് പറയുന്നത്, നമുക്ക് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ മെയിലും ഏപ്രിലും ക്ലാസ് ഉണ്ടായിരുന്നു. ഇത്തവണ ഏപ്രിലും മെയിലും ക്ലാസ്സും ഇല്ല. പോയിന്റാണ്, അതായത് ഏപ്രിലും മെയിലും നമുക്ക് ക്ലാസ് ഇല്ല. പണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു, ഇത്തവണ ക്ലാസ്സും അങ്ങനത്തെ ചൂടുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഇല്ല. അപ്പം നമുക്ക് സത്യം അവർക്ക് എന്താണ് NCERTയും അത്യാവശ്യം നല്ല രീതിയിൽ ടൈം കിട്ടുന്നു, ഒരു വർഷം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മളെ പഠിപ്പിച്ച് തീർക്കുന്ന എപ്പോഴും നമുക്ക് പഠിപ്പിക്കാൻ തുടങ്ങുന്ന പറയുന്നത് ജൂണിൽ തുടങ്ങും. എന്നാലോ വെള്ളപ്പൊക്കം, പിന്നെ മറ്റൊരു പരിപാടി, പിന്നെ അങ്ങനെ പോകും. പിന്നെ എന്താണ് കലോത്സവം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ക്ലാസ് പോകും. കുറച്ചൊക്കെ ചിന്തിക്കാൻ അറിയാമല്ലോ, ഇതൊന്നും കറക്റ്റ് ചെയ്താണ്. സ്റ്റേറ്റ് സിലബസിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ടൈം ലിമിറ്റാണ്. നമുക്ക് ജൂണിൽ ക്ലാസ് തുടങ്ങും, ഇവർക്ക് ജനുവരി ക്ലാസ് തുടങ്ങും. എന്നിട്ട് ഇവരെ പോർഷൻ കംപ്ലീറ്റ് ആകുന്നത് നവംബർ പകുതി ആകുമ്പോൾ നവംബർ പകുതി ആകുമ്പോൾ കംപ്ലീറ്റ് ആവും. അപ്പോഴും നമ്മുടെയും എന്താണ് കംപ്ലീറ്റ് ആണ്. അതായത് അവരെ കംപ്ലീറ്റ് ആക്കുന്ന സമയം എന്താണ് ഏകദേശം സെയിമാണ്. കാരണം എന്താ, ജനുവരി പ്രാക്ടിക്കൽ മോഡൽ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ എക്സാം സത്യം NCERT കൂടെ പോകാൻ നമുക്ക് സത്യം പറഞ്ഞ സമയം കിട്ടുന്നില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ശനിയാഴ്ച ഇപ്പോഴെ ക്ലാസ് ഉണ്ട്, ഒരു ദിവസം കിട്ടും. ഒരു ദിവസം എന്ന് പറയുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ റെക്കോർഡ് എഴുതാനുണ്ട്, മറ്റു പരിപാടിയാണ്, എല്ലാം ഉണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് എനിക്ക് ഒരു ഇതെന്ന് പറഞ്ഞാൽ 11th പ്രാക്ടിക്കൽ വെച്ച് തീർത്തിട്ട് +2 ബോർഡ് എക്സാം അങ്ങനെ വെക്കണം. അതൊരു കുറച്ചുകൂടി ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, അത് വിട്. ഞാനിപ്പം ഈ സാധനം പറഞ്ഞാൽ നമ്മൾ അവർ ഒരേ കണ്ടന്റാണ് പഠിക്കുന്നത്. എന്നിട്ട് അവരുടെ ക്വസ്റ്റ്യൻ ടഫ് ആവുന്ന അവരുടെ ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം വലിയ എന്താണ് സ്റ്റാൻഡേർഡ് മോഡലല്ലോ, അത്ര ഓവർ ഡിഫിക്കൽട്ട് ഒന്നുമില്ല. പക്ഷെ നമ്മളെപ്പോഴും എന്താണ് നമ്മൾ ഭയങ്കര മോശം, നമുക്ക് ഭയങ്കര നമ്മളൊന്നിനും ഒരില്ലാത്ത ഒരു ക്വാളിറ്റി. സത്യം പറഞ്ഞാൽ ഒരു പരിധി വരെ സത്യമാണ്. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അറിയാം നമുക്ക് എന്തുമാത്രം ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒരു പ്രശ്നം പറഞ്ഞാൽ ടൈം ലിമിറ്റാണ്. നമുക്ക് ജൂണിൽ ക്ലാസ് തുടങ്ങും, അതിൽ പകുതി വെള്ളപ്പൊക്കത്തിനകത്ത് പോകും, പിന്നെ കലോത്സവം അങ്ങനെ കുറേ സംഭവമായിട്ട് പോകും. ഈ CBSEക്കാർക്ക് ടൈം എന്ന് പറയുന്നത് ജനുവരി തുടങ്ങും, നവംബറിൽ തീർക്കും. നമുക്ക് ജൂണിൽ തുടങ്ങും, നവംബറിൽ തീർക്കും. സത്യമായ കാര്യം ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ പ്രാക്ടിക്കൽ. ഓക്കെ, പിന്നെ ഒരു കാര്യം നമുക്ക്
ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറി നമുക്കാകെ ചെയ്ത് പഠിക്കാനുള്ള ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ് PYQ ഉള്ളൂ. അല്ലാതെ CBSE പോലെ സാമ്പിൾ പേപ്പേഴ്സോ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. അവർക്ക് സാമ്പിൾ പേപ്പറുണ്ട് പ്ലസ് PYQ ഉണ്ട്. ഈ സാമ്പിൾ പേപ്പർ എന്ന് പറഞ്ഞാൽ ആ ഒരു എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ടൊക്കെ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓരോ വർഷമാകുമ്പം ആ സിലബസ് അനുസരിച്ച് സാമ്പിൾ പേപ്പർ റിലീസാക്കും. അപ്പോൾ അതനുസരിച്ചാണ് അവരുടെ ആ എക്സാം പാറ്റേൺ അങ്ങനെയൊക്കെ. അപ്പം ഞാൻ അവനോട് ഞാൻ ചോദിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സാമ്പിൾ പേപ്പർ ചെയ്തിട്ടല്ലേ നിങ്ങൾ പോയ എക്സാമിന്. അപ്പം അവരുടെ ഫിസിക്സ് എക്സാം ടഫ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കും. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് സാമ്പിൾ പേപ്പറിനെ ഇതിലും കഷ്ടമാണ് പറഞ്ഞത്. അതായത് സാമ്പിൾ പേപ്പറിനെക്കാട്ടിലും കുറച്ച് ഇത് ബോർഡ് എക്സാമിനെക്കാട്ടിലും കുറച്ചൊരു ലെവൽ കൂടിയാണ് സാമ്പിൾ. അപ്പം ഇത് ഞാൻ പറയാം. അപ്പം നമുക്ക് എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എക്സാം പാറ്റേൺ ചേഞ്ച് ആയി എന്ന് മനസ്സിലാക്കി എപ്പോഴാണെന്നറിയാമോ? ഒഫീഷ്യലായിട്ട് നമുക്ക് ടേം 1 എക്സാം ഇല്ലായിരുന്നു. ടേം 2 എന്ന് പറയുന്നത് ക്രിസ്മസ് എക്സാമാണ്. ഈ ക്രിസ്മസ് എക്സാം നടത്തുന്നത് ഡിസംബറിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും തീർത്തിട്ടാണ് പോലും നമ്മൾ അങ്ങനെ പിള്ളേർ പഠിക്കുമെന്ന് എനിക്കറിയില്ല. ക്രിസ്മസ് എക്സാം സത്യം പറഞ്ഞാൽ ഒരു ടൂറും അങ്ങനെ എല്ലാം കലോത്സവം എല്ലാം നമ്മൾ കവിഞ്ഞൊഴിഞ്ഞ് പോകുന്നൊരു സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ക്രിസ്മസ് എക്സാമിന് പോയി എഴുതി നോക്കുമ്പോൾ നമുക്ക് അപ്പോഴാണ് മനസ്സിലായത് എക്സാമിൻ്റെ പാറ്റേൺ മാറി. അപ്പം നമ്മൾ അതനുസരിച്ച് പഠിക്കുന്നു. മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു. മോഡൽ എക്സാം സത്യം പറഞ്ഞാൽ നമുക്ക് ഗ്യാപ്പേ ഇല്ല മോഡൽ എക്സാമിന് പഠിക്കാൻ. വേറൊരു പ്രശ്നം പറഞ്ഞാൽ പ്രാക്ടിക്കൽ മോഡലുണ്ട്, പബ്ലിക് ഉണ്ട്. ഈ പ്രാക്ടിക്കലിന് 1 മാസം ഫുള്ള് പോകും, ജനുവരി മാസം ഫുള്ള് പോകും, ഫെബ്രുവരിയും പ്രാക്ടിക്കലിൻ്റെ ഓരോ ദിവസം വെച്ച് ഇങ്ങനെ പോകും. പിന്നെ അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും ബോർഡ് എക്സാമിൻ്റെ നമ്മുടെ തിയറിയുടെ മോഡൽ. ഈ തിയറിയുടെ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ പേരൊക്കെ അറിയാം, കുറച്ച് ചാപ്റ്ററൊക്കെ പഠിക്കും, കുറച്ച് ചാപ്റ്ററൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യും. കാരണം നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. ഒരു ദിവസം 2 സബ്ജക്റ്റ് വെച്ചായിരിക്കും പരീക്ഷ. ഇതെല്ലാം നമുക്കറിയാം. ഇത് കഴിഞ്ഞ് മെയിൻ സംഭവം നോക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ബോർഡ് എക്സാം ഇനി എത്ര ദിവസമുണ്ട്? കൂടി വന്നാൽ ഒരാഴ്ച കൂടി വന്നാൽ തരും. എല്ലാ തവണ ഒരാഴ്ച തരത്തോളൂ. ഓക്കെ, സംഭവിച്ചു. ഇവർക്ക് ഈ ഒരാഴ്ച തരുമെങ്കിൽ ഇവർ ഇത്രയും പിശുക്കി ഈ മാസം മാർച്ച് മാസം 31-ാം തീയതി വരെ ഉണ്ടല്ലോ. ഇവർ ഇത്രയും പിശുക്കി എന്തിനാണ് ഇങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കണമെന്ന് എനിക്കറിയത്തില്ല. ഈ ദിവസം ഇങ്ങനെ കമ്പൾസഡ് ആക്കി എന്തിനാണ് ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല. CBSE ആണെങ്കിൽ ജനുവരി മോഡലാകുമ്പോൾ തുടങ്ങും. ജനുവരി മോഡലാണെന്ന് തോന്നുന്നു. ഡിസംബറിലും പ്രീ മോഡൽ അങ്ങനെ ഉണ്ടാക്കുന്ന സംഭവമൊക്കെ ഉണ്ട്, എനിക്കറിയില്ല. അപ്പോൾ ഈ ഫെബ്രുവരി 15 ബോർഡ് എക്സാം തുടങ്ങും. തീരുന്നത് എൻ്റെ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടോ CBSE. അപ്പോൾ അവന് തീരുന്നത് 29-ാം തീയതിയാണ്. ഇവർക്ക് ഫിസിക്സിന് എത്ര ദിവസം ഗ്യാപ്പ് ഉണ്ടെന്ന് വെച്ചാൽ 2-3 ആഴ്ച ഉണ്ടായിരുന്നു. മോഡൽ എക്സാം കഴിഞ്ഞിട്ട് 3 ആഴ്ചയോളം ഇവർക്ക് ഗ്യാപ്പ് സ്റ്റഡി ലീവ് കൊടുത്തു. ഫിസിക്സ് കഴിഞ്ഞ് അടുത്ത എക്സാം എന്ന് പറയുന്നത് 15-ാം തീയതി കഴിഞ്ഞ് പിന്നെ ഉള്ളത് 27-ാം തീയതിയാണ്. കെമിസ്ട്രി 27 അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, കെമിസ്ട്രി അത് എത്ര ദിവസത്തെ ഗ്യാപ്പാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 15-ാം തീയതി കഴിഞ്ഞ് 27-ാം തീയതിയാണ് കെമിസ്ട്രി. നമുക്കിവിടെ ഇംഗ്ലീഷ് കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞാണ് ഫിസിക്സ്. ഇത് കഴിഞ്ഞ് ബയോളജിക്കാരുടെ അവസ്ഥ ഒന്ന് അടിച്ച് നോക്കുക. ഇത് കഴിഞ്ഞ് 1 ദിവസം ഗ്യാപ്പ് കഴിഞ്ഞാൽ ബയോളജി, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ കെമിസ്ട്രി. ഓക്കെ, വരുന്നുള്ളൂ. എന്നിട്ട് ഇവരുടെ 27-ാം തീയതി കഴിഞ്ഞ് 8-ാം തീയതി 8-ാം തീയതി ഇവർക്ക് മാത്സ്. എനിക്ക് മാത്സിന് അത്യാവശ്യം ഗ്യാപ്പ് കിട്ടിയ സംബന്ധിച്ചു. നമുക്ക് ഇത്രയും നമ്മളവിടെ മെയിനായിട്ട് നോക്കണമെന്ന് വെച്ചാൽ അവരുടെ ടൈം ടേബിളും അവരുടെ ആയിട്ടുള്ളൊരു സ്റ്റഡി അവർക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. നല്ലൊരു സിലബസ് കട്ടിയാണ് സംബന്ധിച്ചു. നമുക്ക് അവിടെ തന്നെ ലെവൽ എത്തിക്കാൻ പറ്റത്തില്ല സംബന്ധിച്ചു. സാധാരണ പറഞ്ഞ കറക്റ്റാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സത്യം നമ്മൾ PYQ ചെയ്ത് പഠിച്ചതിൻ്റെ ഒരു പ്രശ്നമാണോ, നമ്മൾ പഠിച്ച് വന്ന കൊറോണ ശേഷം കഴിഞ്ഞ് നമ്മൾ പഠിച്ചു വന്ന രീതി ശരിയായിട്ടാണ്. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്, അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും നമ്മളെ ഇങ്ങനെ ഒരുമാതിരി നമുക്കൊന്നിനും ഇതില്ല. നമ്മളൊരുമാതിരി കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. നമ്മൾ സ്റ്റേറ്റ് സിലബസ് വരെ ഒരു കുറ്റത്തോടാണ് കാണുന്നത്. എനിക്ക് പക്ഷെ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടെ നമ്മുടെ ഭാഗത്തും ചിന്തിക്കുക. കാരണം ടൈം ടേബിളിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഉച്ച കഴിഞ്ഞ് മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞാണ് നമുക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ എക്സാം. ഉച്ച കഴിഞ്ഞ് 1:30, അതായത് ഈ
റമദാനൊക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് ഈ ഉച്ച കഴിഞ്ഞ് എക്സാം വെച്ചു. നല്ല കാര്യം, ഭയങ്കര നല്ല ഒരു കാര്യമായിട്ടോ എനിക്ക് തോന്നി, ഒന്നും പറയാനില്ല. അപ്പം നിങ്ങൾ ഇതെല്ലാം കൂടെ ഒന്ന് കൺസിഡർ ആക്കിയിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചും കൂടെ നോക്കാം. ഒരു ദിവസം ഗ്യാപ്പ് വെച്ച് തന്നിട്ട് എന്ത് കാണിക്കാനാണ്? ഇപ്പം ഞാൻ ഒരാളുടെ വീഡിയോ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു വെച്ചാൽ ഒരു ദിവസം ഗ്യാപ്പ് പറഞ്ഞാൽ ആ ഒരു സമയത്ത് റിവിഷൻ ചെയ്യാനാണ്. ഫിസിക്സിൻ്റെ റിവിഷൻ ചെയ്ത് തീർക്കാൻ നമുക്ക് എത്ര ദിവസം, മിനിമം ഒരു അറ്റ്ലീസ്റ്റ് 2 ദിവസം അങ്ങോട്ട് തരണം. ഒരു ദിവസം തന്നിട്ട് എന്ത് കാണിക്കാനാണെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം കൊണ്ട് ഫിസിക്സിൻ്റെ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ പറയുന്നത്. നമ്മളങ്ങ് ഭയങ്കര സംഭവമാണ്, അവർ ഭയങ്കര സംഭവം, നമുക്ക് ഭയങ്കര മോശമാണ്. നമ്മൾ പഠിക്കാത്തതിന് കുഴപ്പമാണ്. നമ്മളെ സ്കൂളിൽ എത്ര പേർക്ക് ഇങ്ങനെ CRT എക്സസൈസ് സോൾവ് ചെയ്തു, അങ്ങനെ കുറച്ചൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. പക്ഷേ ഈ ലെവലിലെ ഗ്രാഫൊക്കെ ഞാൻ ഇൻസ്റ്റായിട്ട് ആ ഗ്രാഫൊക്കെ നോക്കിയിട്ട് ഞാൻ പോയായിരുന്നു. അത് നമ്മൾ സെൽഫായിട്ട് നോക്കണം. സ്കൂളിൽ നിന്നായിട്ട് വലുതായിട്ടൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അവർക്കും ടൈം ലിമിറ്റ് ഉണ്ട്. പിന്നെ ഈ പ്രശ്നം നമുക്ക് ടൈം ലിമിറ്റാണ്. സ്പെഷ്യൽ ക്ലാസ് സെൽഫായിട്ട് നമുക്ക് ഇവരുടെ ടൈമിങ്ങിന് പറഞ്ഞാൽ 9 മണി തൊട്ട്, ഒരു ഗവൺമെൻറ് സ്കൂളിൽ 9 മണി തൊട്ട് എത്ര മണി, ഒരു 5 മണി വരെ ക്ലാസ്, 4:45 വരെ ക്ലാസ്. ഇത് കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ എന്തായാലും സ്കൂൾ ലൈഫ് തീരാറായി. ഇവ കൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ എന്താണ് ഇവക്കൊരു വേണ്ട ഒരു ഇവൊരു എക്സാമിൻ്റെ പാറ്റേൺ ചേഞ്ച് ചെയ്യുകയാണ്. ഇങ്ങനത്തെ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അല്ല ഈ വർഷം പരീക്ഷ കടുപ്പമാക്കും, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നെങ്കിൽ കൊള്ളാം. ഒഫീഷ്യലായി ഡിക്ലെയർ ചെയ്യുക, ഒരു വർഷം തുടങ്ങും, ഒരു അക്കാഡമി ആയിട്ട് തുടങ്ങുമ്പോൾ ഒരു ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതായിരുന്നു ഈ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. യജ്മീർ സാറ് പറയുന്നത് വെച്ചാൽ നമ്മെ പഠിക്കാത്തതിൻ്റെ കുഴപ്പം നമ്മുടെ ഭാഗത്താണ് തെറ്റ്. സത്യമാണ്, നമ്മൾ വൃത്തിയായിട്ട് പഠിക്കാത്തതിൻ്റെ കുഴപ്പമല്ല, നമ്മൾ വൃത്തിയായി ക്വസ്റ്റ്യൻസ് കൂടുതലും ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ ഒരു കാര്യം, ലൈവ് കണ്ടുകൊണ്ട് ഒരിക്കലും തലേദിവസത്തെ ഒറ്റ ലൈവ് കണ്ടുകൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഒരു ചാപ്റ്ററൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് എത്ര ബുദ്ധിയുള്ളവനാണെ പോലും അതാദ്യം മനസ്സിലാക്കുക. ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുന്നതിന് ലിമിറ്റാണ്. ഫിസിക്സ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് അതുപോലെ സബ്ജക്റ്റൊന്നും അല്ല, അതുപോലെ സബ്ജക്റ്റാണെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഫിസിക്സും കെമിസ്ട്രി പോലത്തെ സബ്ജക്റ്റൊന്നും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചിട്ടൊന്നും ഒരിക്കലും ഒരു സ്ഥലത്തും നമുക്ക് പിറ്റേ ദിവസം എക്സാമിന് ഒരു ബോർഡ് എക്സാമിനൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. ഇത്ര ഉള്ളൂ എനിക്ക് പറയാനുള്ളത്, ഇത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മളെ ഈ മാതിരി നമുക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കണം. നമുക്ക് സ്റ്റേറ്റ് സിലബസ് ഭയങ്കര മോശമായിട്ട് ഒരു പാറ്റേൺ ചേഞ്ച് ആക്കണ്ടെന്നൊന്നും, ഞാൻ ടഫ് ആക്കണ്ടെന്നൊന്നും അല്ല പറഞ്ഞത്. നമ്മൾ ആ രീതിയും കൂടെ പഠിപ്പിക്കണം. നമ്മൾ ആ രീതി പയ്യെ മെല്ലെ കൊണ്ടുവരണം. ഒരു വർഷം കഴിയാതെ ഉറച്ചാണ് 2 മാസം, 1 മാസം, ഒരു മാസമോ ഒരാഴ്ചയൊക്കെ ഉള്ള സമയത്തൊക്കെ മോഡൽ എക്സാം സത്യം പറഞ്ഞാൽ എന്തിനാ? എക്സാമിൻ്റെ പാറ്റേൺ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ മോഡൽ എക്സാം ഒറ്റ റീസൺ ഞങ്ങൾക്ക് പറയാനുണ്ട്. കാരണം വെച്ചാൽ മോഡൽ എക്സാം ഈസി ആക്കണം. ആ മോഡൽ എക്സാമിൻ്റെ ഒരു പാറ്റേൺ ആയിരിക്കുമല്ലോ. ഈ സാമ്പിൾ പേപ്പർ CBSE ഒക്കെ കൊടുക്കുന്നതിനാ അവർക്ക് ആ പാറ്റേൺ അനുസരിച്ചായിരിക്കുമല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ബോർഡ് എക്സാമിന്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മോഡൽ എക്സാം നടത്തുന്ന എന്തിനായിരിക്കണം? ബോർഡ് എക്സാമിൻ്റെ പാറ്റേൺ ഇതാക്കാൻ വേണ്ടിയാണ് നമുക്ക് മോഡൽ എക്സാം നടത്തുന്നത്. അതുപോലെ നമുക്ക് മോഡൽ എക്സാമായിട്ടും മോഡൽ എക്സാം സത്യം പറഞ്ഞാൽ മൊത്തം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫിസിക്സിൽ. പക്ഷെ ഇത് തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതിലാണ് എന്താണ് ബോർഡ് എക്സാമിന് ചോദിച്ചത്. എനിക്കിത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യം സാർ പറയുന്നതൊക്കെ സത്യമാണ്. നമ്മളിത് സത്യം പറഞ്ഞാൽ കുറച്ച് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാവും ഇതൊന്നും നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയല്ല. പക്ഷേ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്, എല്ലാവരുടെയും ഭാഗത്തും തെറ്റുണ്ട്. ഈ കൊറോണ കഴിഞ്ഞുള്ള ഒരു സംഭവം കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ക്വാളിറ്റി ആണെങ്കിൽ പോലും, നമ്മുടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ പോലും, നമ്മളെല്ലാം പഠിപ്പിക്കുന്ന ടീച്ചിങ് മെത്തേഡ് ആണെങ്കിൽ പോലും എല്ലാം പോയി. നമ്മളിപ്പം യൂട്യൂബ് ക്ലാസ്സിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വരെ എത്തി. സത്യമായ ഒരു കാര്യമാണ്, അത് പച്ചയ്ക്ക് സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്കിത്രേ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.